നമസ്കാരം. നാളെ മെയ് മാസം 9-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. നാളത്തെ ദിവസം 27 നക്ഷത്രക്കാരിൽ 9 നക്ഷത്രക്കാർക്ക് കർമ്മഭാഗ്യ യോഗം തെളിയുന്ന ദിവസമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമാകട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമാകട്ടെ അതിനൊക്കെയും ഫലം വന്നു ചേരുന്ന ദിവസം. അങ്ങനെയുള്ള ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ ചെയ്താലാണ് നാളത്തെ ദിവസം ഈ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നത് എന്നതൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നാളത്തെ ദിവസം 3 കാര്യങ്ങളാണ് എല്ലാ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടത്. ഈ 9 നക്ഷത്രക്കാരെന്നല്ല, 27 നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടത്. രാഹുകാല സമയത്ത് ഇരുമ്പ് സാധനങ്ങളൊന്നും തന്നെ നാളെ വാങ്ങാൻ പാടുള്ളതല്ല. കൂടാതെ ആർക്കും കൊടുക്കുവാനും പാടുള്ളതല്ല. പിന്നീട് കറുപ്പ്, നീല ഇതൊക്കെ ശനിക്ക് ഇഷ്ടമാണ്. പക്ഷേ രോഗികൾ ഈ വക വസ്ത്രങ്ങളൊന്നും, കറുപ്പോ നീലയോ നിറങ്ങളൊന്നും ധരിക്കാതിരിക്കുക. രോഗശയ്യയിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരോ നാളത്തെ ദിവസം കറുപ്പ് നീല വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എള്ള്, കറുത്ത വസ്ത്രം, ഇരുമ്പ് ഇതൊക്കെ ദാനം ചെയ്യുന്നത് നാളത്തെ ദിവസം ഭാഗ്യം പൂർണ്ണമായ എല്ലാ നക്ഷത്രക്കാരിലേക്കും വന്നു ചേരുന്നതിന് സഹായിക്കും. ഇനി ഭാഗ്യം വരുന്ന ആ 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം ഉള്ള ഒരു ദിവസമായിരിക്കും. അതിനാൽ തന്നെ രോഗത്താൽ വലയുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരുപാട് ദിവസങ്ങളായ ആകെ ശരീരവേദന, തലവേദനയായിട്ട് വലഞ്ഞവരാണെങ്കിൽ നാളത്തെ ദിവസം പൊതുവെ ഒരു ഉന്മേഷം തോന്നി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ പുതിയ ചില ചികിത്സകളൊക്കെ തുടങ്ങുന്നതിനും നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കേൾക്കാനും യോഗം കാണുന്നുണ്ട്. നാളത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ വേഗത കുറച്ചു പോകുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ വേഗത നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും നാളത്തെ ദിവസം അത് വേണോ വേണ്ടയോ എന്ന് സ്വയം ഒന്ന് തീരുമാനപ്പെടുത്തിയിട്ട് മാത്രം, അതായത് എടുത്തു ചാടി കാര്യങ്ങളിലേക്ക് പോകുവാൻ പാടുള്ളതല്ല. അതേപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മൈഗ്രെയിനൊക്കെ, അതായത് 3 വർഷത്തിലേറെയായി പല ആളുകളും പറയാറുണ്ട് വർഷങ്ങളായി മൈഗ്രെയിനൊക്കെ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകളുണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ അതിനൊരു മാറ്റമൊക്കെ കാണാൻ തുടങ്ങുന്നതാണ്. മാറി എന്ന് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നാളെ പ്രാർത്ഥിക്കേണ്ടതായ ഒരു മന്ത്രം പറഞ്ഞു തരാം. ഓം അശ്വഭ്യാം നമഃ. ഈ ഒരു മന്ത്രം നാളത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കാരണം അശ്വിനി ദേവതകളുടെ അനുഗ്രഹം വരുന്നതിന് ഈ ഒരു മന്ത്രം നാളത്തെ ദിവസം നിങ്ങൾക്ക് സഹായകമായി മാറുന്നതാണ്. ഇനി രണ്ടാമത് നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. അഗ്നി നക്ഷത്രം കൂടിയാണ്. അതേപോലെ വാക്കിന് തീ പോലെ ഉള്ള ഒരു ശക്തി അഗ്നിയുടെ ഫലമായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. നാളെ നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ഉത്തമമാണ്. കാരണം നാളത്തെ ദിവസം ഏതെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നാളെ നിങ്ങൾ ആരെയും ശപിക്കുന്ന വാക്കുകൾ ദേഷ്യത്തോടെ സംസാരിക്കരുത്. കാരണം അത് അവർക്ക് ചാട്ടുളി പോലെ ചെന്ന് കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ലതാകട്ടെ ചീത്തയാകട്ടെ ആരെയും ദേഷിച്ചുകൊണ്ടുള്ള സംസാരത്തിന് നാളെ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തീ, ഇലക്ട്രോണിക് ഐറ്റംസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നാളത്തെ ദിവസം കുറച്ച് ശ്രദ്ധ കൂടുതലായി കൊടുക്കേണ്ടതാണ്. അതേപോലെ പരിഹാരം എന്നാൽ നാളെ ഗണപതി ക്ഷേത്ര ദർശനം കൂടി ഒന്ന് നടത്തി ഒരു നാളികേരമൊക്കെ ഉടയ്ക്കുക എന്നതാണ്. പരിഹാരം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ടാകും. കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് മനസ്സിനകത്തൊരു അങ്കലാപ്പോട് കൂടി പോകുന്നുണ്ടെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥനയും നടത്തിയിട്ട് പോയാൽ പൂർണ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ നാളത്തെ ദിവസം സാധിക്കും. ഇനി മൂന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ്. അറിയാമല്ലോ, രോഹിണി ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് സൗന്ദര്യം, കല, കൃഷി, ഭക്ഷണം, അതായത് ഹോട്ടൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാരായ ആളുകൾക്ക് നേട്ടമൊക്കെ കൊയ്യാനായി സാധിക്കുന്നതാണ്. അതേപോലെ നാളെ കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കടം കൊടുക്കുന്നത്, കടം വാങ്ങുന്നതും ഒക്കെ വളരെയധികം ദോഷത്തിന് കാരണമാകുന്ന ദിവസം. പിന്നെ നാളെ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് വെള്ളം പാഴാക്കി കളയരുത്. വെള്ളം കുടിക്കാൻ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതല്ല, നിങ്ങളുടെ കൈകൊണ്ട് പൈപ്പ് തുറന്നിടുകയോ അല്ലെങ്കിൽ വെള്ളം അനാവശ്യമായി കളയുകയോ ചെയ്ത ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക.
ഇനി നാലാമത് വരുന്ന നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രത്തിന് ശനിയുടെ പ്രത്യേകം അനുഗ്രഹം കൂടി കിട്ടുന്ന ഒരു ദിവസമാണ്. നാളെ മുടങ്ങിക്കിടന്നതായ കാര്യങ്ങളൊക്കെ വേഗത്തിൽ എഴുന്നേറ്റ് ചാടി ഓടി പോകുന്ന ഒരു സമയം. അതായത് ഒരുപാട് നാളുകളായി മുടങ്ങിക്കിടുന്ന വീട് പണിയാകാം, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളാകാം, ഏതിനായാലും നാളത്തെ ദിവസം ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ശാസ്താവിന് നീരാഞ്ജനം നടത്താനും നാളെ ഉച്ചയ്ക്ക് ഒരു പിടി അന്നം കാക്കയ്ക്ക് കൊടുക്കാനും മറക്കാതിരിക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ പറഞ്ഞു തീർന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പറഞ്ഞ് തീർത്ത് കാണും, എങ്കിലും നാളത്തെ ദിവസം അത് വീണ്ടും തലപൊക്കി വരാനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ശനി കണക്കൊക്കെ നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം തെറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കാം. എന്തായാലും വീണ്ടും അവരെ ഒന്ന് കാണാനും ആ സംസാരങ്ങളിലേക്ക് വീണ്ടും പോകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി അഞ്ചാമത്തെ നക്ഷത്രം ആയില്യമാണ്. നാളത്തെ ദിവസം ഒരു സൂപ്പർ പവറൊക്കെ കിട്ടുന്ന ദിവസമാണ്. അതായത് ഒരു സ്വപ്ന ദർശനമൊക്കെ ഉണ്ടാകാനും അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും സാധ്യതയും കാണുന്നുണ്ട്. അപ്പം നാളെ ചെയ്യേണ്ടത്, നാളത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. അത് എഴുതി എവിടെയെങ്കിലും സൂക്ഷിച്ചങ്ങ് വെച്ചോളൂ, അത് സഫലമാകുന്നതായിരിക്കും. അത് കീറിക്കളയാനോ പിന്നെ കത്തിച്ച് കളയാനോ ഒന്നും നിൽക്കേണ്ട. നിങ്ങളുടെ ആഗ്രഹം, ഒരു വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ വിവാഹം നടക്കണം, ഒരു കുഞ്ഞ് ജനിക്കണം, അങ്ങനെ എന്തോ ആഗ്രഹം ആയിക്കൊള്ളട്ടെ, ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് ഉത്തമമായിരിക്കും ആയില്യം നക്ഷത്രക്കാരും. അതേപോലെ നാളത്തെ ദിവസം പാമ്പ്, പല്ലി, മണ്ണിര ഇങ്ങനെയുള്ള ഒന്നിനെയും കൊല്ലാതിരിക്കുക. നാളത്തെ ദിവസമെന്നല്ല, എപ്പോഴും നിങ്ങൾ ഇഴജന്തുക്കളെ വളരെ സ്നേഹിക്കേണ്ട നക്ഷത്രക്കാരാണ്, അറിയാമല്ലോ ആയില്യം. അതേപോലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എങ്കിലും നിങ്ങൾ നാളത്തെ ദിവസം പാമ്പ്, പല്ലി, മണ്ണിര ഇങ്ങനെയുള്ള ഒന്നിനെയും ഉപദ്രവിക്കാൻ പോകരുത്. അതേപോലെ കുത്തിപ്പൊളിക്കാൻ ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പറയാം നാളത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് സിമൻറ്റ് തേച്ചിട്ടിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ അതൊന്ന് ഇളക്കണം എന്ന് വിചാരിക്കുക. നാളെ അതൊന്ന് ഇളക്കി അവിടെ മാറ്റി ഒന്ന് പൊളിച്ചിടാം എന്നൊക്കെ ചിന്തിക്കുന്നു കാണും. കാരണം നാളത്തെ ദിവസം അവധിയൊക്കെ ഉള്ളവരാണെങ്കിൽ. പക്ഷേ നാളത്തെ ദിവസം അങ്ങനെയുള്ള ഒരു കുത്തിപ്പൊളിക്കൽ പരിപാടിക്കും നാളെ നിങ്ങൾ പോകാതിരിക്കുക. കാരണം അടിത്തറ ഇളകുന്നതിന് കാരണമാകുന്ന ചില ദോഷങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ഇതിൻ്റെ പിക്കാസ്, തൂമ്പ, കുന്താലി തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഇടിച്ചു പൊളിക്കുന്നതായ ഒരു കുത്തിപ്പൊളിപ്പിനും നാളത്തെ ദിവസം നിങ്ങൾ പോകാതിരിക്കാനായിട്ടും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും നാളത്തെ ദിവസം എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തീർച്ചയായും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ഈ ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യമാണ്. ചില കൂടുതൽ വർക്കുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ അലസമായിരിക്കാതിരിക്കാൻ പ്രത്യേകം നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് നാളെ അലസത കാണിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നു ചേരാനായി ഒരു കാരണമുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം പുതിയ വർക്കുകളൊക്കെ വരുമ്പോൾ അത് പെൻഡിങ് വെക്കാതെ വേഗം കൃത്യമായി ചെയ്തു തീർത്താൽ ഇരട്ടി ഭാഗ്യവും നേട്ടവും ശനി ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് പ്രേമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാളത്തെ ദിവസം അവരിൽ നിന്ന് ശുഭ വാർത്തകൾ കിട്ടുമോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ശുഭവാർത്താശ്രവണ യോഗം കാണുന്നുണ്ട്. ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ഹാരം ചാർത്തുകയോ വെളുത്ത പുഷ്പങ്ങൾ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുന്നതോ ഒക്കെ വളരെയധികം ഉത്തമമാണ്. നാളത്തെ ദിവസം പുതിയ ചില കാര്യങ്ങളൊക്കെ, പുതിയൊരു ജോഡി വസ്ത്രമാകാം, അല്ലെങ്കിൽ പുതിയൊരു ചെരുപ്പാകാം, പുതിയ നിങ്ങളുടെ ആഡംബരം കാണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗം നാളത്തെ ദിവസം കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഇന്ദ്രയോഗമൊക്കെയുള്ള അധികാര പദവികളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സഹോദരങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരും. നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട രഹസ്യങ്ങൾ ആരോടും തന്നെ പറഞ്ഞു നടക്കാൻ പാടുള്ളതല്ല എന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാന് കൂവളത്തിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാളെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഫലം ചെയ്യും. അടുത്തത് രേവതി നക്ഷത്രമാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് നാളെ യാത്ര, വിദേശത്തേക്കൊക്കെ പോകുന്നവരുണ്ട് എങ്കിലും വളരെയധികം ഭാഗ്യ സമയമായിരിക്കും. ഭാഗ്യം ഉണ്ടാകുന്നതാണ് യാത്ര കൊണ്ട്. ആത്മീയമായി മറ്റൊരു ഉയർന്ന തലത്തിലേക്കൊക്കെ എത്താനായി സാധിക്കും. അപ്പോൾ അടുത്ത് കൃഷ്ണക്ഷേത്രം ഉണ്ടെങ്കിൽ ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പാസ്പോർട്ട്, വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അവിടെ കുളത്തിൽ മീൻ കാണുമല്ലോ, മീനിന് ഊട്ട് നടത്തുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, ഭഗവാൻ കൃഷ്ണന് വെണ്ണ സമർപ്പിക്കുന്നത് വഴി വിദേശ യാത്രയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിന് നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലമായി വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 9 നക്ഷത്രത്തിൽ പെടാത്ത ആളുകൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ചില നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ ഗുണങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ
നാളത്തെ ദിവസം ഈ 9 നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന സമയമാണ്. ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നന്ദി.